Hi friends, very good evening. Welcome to another episode of Vidya Tech Learn. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെയ്ഡ് ഓൺലൈൻ സെർവറുകളെ പറ്റിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ സാധാരണ നമുക്ക് എസ്പെഷ്യലി നമ്മുടെ ഹൗസ് വൈഫ് ആയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സമയങ്ങൾ ബാക്കിയുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ, അവരുടെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയങ്ങൾ ബാക്കിയുണ്ട്. അപ്പം അവർ എന്തെങ്കിലും ഒരു ഏണിങ്സിനായിട്ട്, എന്തെങ്കിലും ഫ്രീ ടൈം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഏണിങ്സിനായിട്ട് അതേപോലുള്ള ജോലികൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലുള്ള എന്തെങ്കിലും പാർട്ട് ടൈം ഓൺലൈൻ ജോബുകൾ അവൈലബിൾ ആണോ എന്ന് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ച പല സുഹൃത്തുക്കളുമുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് അവർക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറുകളോ അതല്ലെങ്കിൽ ലാപ്ടോപ്പുകളോ ഉണ്ട്, അതേപോലെ തന്നെ സ്മാർട്ട് ഫോണുകളുണ്ട്, അതേപോലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വീട്ടിലുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഓൺലൈൻ വർക്ക് ചെയ്ത് കണ്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കിക്കൂടാ? ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് പെയ്ഡ് ഓൺലൈൻ സർവേകളാണ്. നമുക്കറിയാം എന്താണ് പെയ്ഡ് ഓൺലൈൻ സർവേകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഒപ്പീനിയൻസ്, അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മളെ സ്പെൻഡിങ് ഹാബിറ്റ്, അതേപോലെ തന്നെ നമ്മുടെ പർച്ചേസിങ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൂടെ ഒരു ചെറിയ വരുമാനം അല്ലെങ്കിൽ ഒരു ചെറിയ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സർവേകളാണ് നമ്മൾ പെയ്ഡ് ഓൺലൈൻ സർവേകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടി പെയ്ഡ് സർവേകൾ നടത്തപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിധ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കിഡ്സ് വെയർ ഷോപ്പ്, അതല്ലെങ്കിൽ കിഡ്സ് വെയർ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതേപോലെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ മെൻറ്റാലിറ്റി, അവർക്ക് എന്ത് തരം പ്രൊഡക്റ്റിനോടാണ് താല്പര്യം, എന്തൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റിനോടാണ് അവർക്ക് താല്പര്യം, അതുപോലെ തന്നെ അവർ താല്പര്യപ്പെടുന്ന ക്വാളിറ്റി എന്താണ്, ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണ്, അവർ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെദർ ദേ ആർ ലുക്കിംഗ് ഫോർ ചീപ്പ് പ്രൈസ് ഓർ അതല്ലെങ്കിൽ കുറച്ച് പ്രൈസ് കൂടിക്കഴിഞ്ഞാലും ക്വാളിറ്റിക്കാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൈസിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ മാർക്കറ്റിൽ അതേപോലെയുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് പ്രോഫിറ്റ് മാക്സിമം ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അവരൊരു സർവേ നടത്താറുണ്ട്, ഒരു മാർക്കറ്റിംഗ് സർവേ നടത്താറുണ്ട്. അവരുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ, കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എക്സ്പെക്റ്റേഷൻ എന്താണ്, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി എന്താണ്, അതേപോലെ പ്രൈസ് റേഞ്ച് എന്താണ്, അതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു മാനുഫാക്ചററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഈ ഒരു വർക്ക് അവർ വേറൊരു ഔട്ട്സോഴ്സ്ഡ് ഏജൻസിയെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഏജൻസിയെ വെച്ചിരിക്കുകയാണ്. അവരാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് തന്നിട്ട്, ഒരു കസ്റ്റമർ ലിങ്ക് തന്നിട്ട്, ഒരു ഓൺലൈൻ പെയ്ഡ് സർവേയുടെ ഒരു ലിങ്ക് തന്നിട്ട് ആസ് എ കസ്റ്റമർ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇറവലൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മളെ പാസ്റ്റ് 12 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയറിൽ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇനി വിത്തിൻ 6 മന്ത് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണ്, അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്താണ്, അതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇതേപോലെയുള്ള സർവേകളിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സർവേകൾ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ സർവേയിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു പ്രോമിസും നൽകുന്നില്ല അത് നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഹ്യൂജ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള യാതൊരു പ്രോമിസും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം വൺ തിങ് ഐ ക്യാൻ ഷുവർ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ യുവർ റീചാർജ്. മന്ത്ലി നിങ്ങൾക്കൊരു 250 റുപ്പീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ കിട്ടും. 1.5 GB, അതേപോലെ 28 days വാലിഡിറ്റി, അൺലിമിറ്റഡ് കോൾ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ബോത്ത്, അല്ലെങ്കിൽ ഭാര്യയുടെയും ഹസ്ബൻഡിൻ്റെയും അതേപോലെ തന്നെ വൈഫിൻ്റെയും 2 പേരുടെ റീചാർജിന് വേണ്ടി യൂസ് ചെയ്യാം. അതല്ലേ നിങ്ങൾക്കൊരു 1000 മന്ത്ലി 1000 റുപ്പീസൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഫ്ലിപ്കാർട്ട് വൗച്ചറുകളായിട്ടോ ആമസോൺ വൗച്ചറുകളായിട്ടോ ഈ ഒരു പോയിന്റ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് എമൗണ്ടിൻ്റെ വാല്യൂഡ് ആയിട്ടുള്ള
പ്രൊഡക്റ്റുകൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അതല്ലെങ്കിൽ ഇതേപോലെ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ സ്നാപ്ഡീൽസിൽ നിന്നോ ഒക്കെ വാങ്ങിക്കാൻ കഴിയും. അതല്ലാതെ ഒരു വലിയ എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമെന്നുള്ള സർവേ ഒരു ഇത്രയും സർവേകൾ റിട്ടേൺ തരും എന്നുള്ള കാര്യത്തിൽ ഐ വോണ്ട് ഗീവ് എനി പ്രോമിസ്. ഓക്കെ, പക്ഷെ അതേ സമയത്ത് നമ്മൾ ഒരു ചെറിയ എമൗണ്ടുകളിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം കൃത്യമായിട്ട് നമുക്ക് ഓപ്ഷണലാണ് കാര്യങ്ങൾ, നമുക്ക് ഓപ്ഷൻസ് കിട്ടും കൃത്യമായിട്ട്. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ഒപ്പീനിയൻ വരുന്നതാണെങ്കിൽ തന്നെ അതിൽ 4-5 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ചോയ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ അടിച്ച് കഴിയുക. അതേപോലെ 10-15 അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർവേ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു സർവേക്ക് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സർവേയുടെ ലെങ്ത് അനുസരിച്ച് അതേപോലെ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ അനുസരിച്ച് യു വിൽ ഗെറ്റ് ദ റിട്ടേൺ. അത് സംടൈംസ് അതൊരു ചില സർവേകൾക്ക് $0.5 കിട്ടാറുണ്ട്, ചില സർവേകൾക്ക് $1 കിട്ടാറുണ്ട്, ചില സർവേകൾക്ക് $500 കിട്ടാറുണ്ട്, ചില സർവേകൾക്ക് $150 കിട്ടാറുണ്ട്. അങ്ങനെ പല അതിൻ്റെ കൃത്യമായിട്ട് ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻസ്, അതേപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതേപോലെ സർവേയുടെ ലെങ്ത് ഒക്കെ അനുസരിച്ചിട്ട്, അതേപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ്, ഈ ഒരു വെബ് പ്രൊവൈഡർ, സർവേ പ്രൊവൈഡറുടെ കമ്പനിക്ക് അനുസരിച്ച് അതൊക്കെ അതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. എന്നാൽ കൂടി ഞാൻ അതേപോലെയുള്ള 10 സർവേ അല്ലെങ്കിൽ 10 സർവീസ് അല്ലെങ്കിൽ പെയ്ഡ് സർവേ സൈറ്റുകൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് വൺ പാനൽ സ്റ്റേഷൻ ആണ്. പാനൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ വെബ് ID എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ thepanelstation.com. സെക്കൻഡ് വൺ mobrog.com എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഓതന്റിക് ആയിട്ടുള്ള ഒരു സൈറ്റാണ് പാനൽ സ്റ്റേഷനും മൊബ്രോഗും. അതേപോലെ തന്നെ ഐപോളിന്റെ വെബ്സൈറ്റ് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ipol.com എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ് ദ റിസൾട്ട്. ഓക്കെ, ഫോർത്ത് വൺ ഒപ്പീനിയൻ വേൾഡ് എന്ന് പറയുന്ന ഒരു സൈറ്റ്. ഒപ്പീനിയൻ വേൾഡിന്റെ വെബ്സൈറ്റ് ID എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് opinionworld.in എന്നുള്ളതാണ്. ആൻഡ് അഞ്ചാമത്തത് ഫിഫ്ത്ത് വൺ ഈസ് വ്യൂ പോയിന്റ് പാനൽ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, viewpointpanel.com. സിക്സ് വൺ ഈസ് offercard.com. അതിന്റെ വെബ്സൈറ്റ് അത് തന്നെയാണ്, offercard.com. സെവൻത്ത് വൺ thinksurvey.com. ഓക്കെ, ആൻഡ് എയ്ത്ത് വൺ പാനൽ പ്ലേസ് അല്ലെങ്കിൽ panelplace.com. നയൻത്ത് വൺ വൈസെൻസ് അല്ലെങ്കിൽ ക്ലിക്സെൻസിന്റെ ഒരു സബ്സിഡിയറിയാണ്, ഗ്രൂപ്പാണ് visense.com. ആൻഡ് ടെൻത്ത് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വാല്യൂഡ് ഒപ്പീനിയൻ. അതിന്റെ വെബ്സൈറ്റ് ID എന്ന് പറയുന്നത് അല്ലെ വെബ് അഡ്രസ് എന്ന് പറയുന്നത് valuedopinions.co.in. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 10 ഓൺലൈൻ പെയ്ഡ് സർവേ വെബ്സൈറ്റുകൾ. നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സൈറ്റിന്റെ ഈ ഒരു ലിസ്റ്റ് ഞാൻ അതിന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് കൃത്യമായിട്ടും. അപ്പം നമുക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റൊക്കെ കാണാൻ കഴിയും. ഓക്കെ, അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സൈറ്റുകളിൽ പോവുക. സൈറ്റുകളിൽ പോയതിന് ശേഷം സൈൻ അപ്പ് ഓപ്ഷനിൽ പോവുക. സൈൻ അപ്പ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇത്രയും കൊടുത്തിട്ട് അതേപോലെ സ്ട്രീറ്റ് അഡ്രസ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ഇത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ സൈൻ അപ്പ് ഓപ്ഷൻ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ നെക്സ്റ്റ് സൈൻ ഇൻ ഓപ്ഷനെ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് എ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൃത്യമായിട്ട് നമ്മുടെ ആനുവൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ നമ്മുടെ പ്രൊഫഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ നമ്മളെ കിഡ്സിനെ പറ്റിയിട്ട് നമ്മളെ കിഡ്സിന്റെ റേഞ്ച്, അവരുടെ ഏജ് റേഞ്ച് ഏതെല്ലാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് വേറെ നമ്മളുടെ നമ്മളെ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം ഓൺ ഹൗസ് ആണോ അല്ലെങ്കിൽ ഓൺ അപ്പാർട്ട്മെന്റ് ആണോ, റെന്റഡ് ആണോ, ഓൺഡ് ബൈ സിബ്ലിങ്സ് ആണോ, അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതെന്താണ്, അത് എത്രയാണ്, അതിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ അബൌട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ ഏതുവരെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയെ പറ്റിയിട്ട് എത്ര മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, നമ്മളുടെ റോൾ എന്താണ്, നമ്മളുടെ ഡെസിഗ്നേഷൻ എന്താണ്, അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇതേപോലെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്നത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള സർവേസ്
ഫിൽറ്റർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ നമ്മുടെ പിന്നെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് മേ ബി അബൌവ് 10 lakhs ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് മേ ബി അബൌവ് 12 lakhs ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് മേ ബി 25 lakhs ആയിരിക്കാം, 50 lakhs ആയിരിക്കാം നമ്മുടെ ആനുവൽ ഇൻകം. അപ്പം അതേപോലെയുള്ള ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഹൈ എൻഡ് വെഹിക്കിൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹൈ എൻഡ് വെഹിക്കിൾ ആയിട്ടുള്ള മെഴ്സിഡസ് ബെൻസോ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും BMW, അതേപോലുള്ള കമ്പനികൾ കൃത്യമായിട്ട് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ സർവേ ഉണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു 25 lakhs ആനുവലി ഇൻകം ഉള്ള, അല്ലെങ്കിൽ 50 lakhs ആനുവലി ഇൻകം ഉള്ള ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇതേപോലെ മെഴ്സിഡസ് ബെൻസിൻ്റെ അല്ലെങ്കിൽ BMW ഒക്കെ കൃത്യമായിട്ട് ആ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ മന്ത്ലി ഒരു 5 lakhs, പിന്നെ ഫോർ എക്സാമ്പിൾ മന്ത്ലി ഒരു ആനുവലി ഒരു 5 lakhs അല്ലെങ്കിൽ 6 lakhs ആനുവൽ CTC അല്ലെങ്കിൽ ആനുവൽ സാലറി വരുന്ന ഒരാളെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മന്ത്ലി ഒരു 50 lakhs അല്ലെങ്കിൽ 50,000 ഒക്കെ ഉള്ള ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെയുള്ള അവരുടെ പ്രൈസ് റേഞ്ച്, അവരുടെ ഒരു ഇൻകം ലെവലിൽ വരുന്ന പ്രൊഡക്റ്റുകളുടെ ഇതേപോലെയുള്ള സർവേകൾ അവർക്കായിട്ട് അലോട്ട് ചെയ്യും. അപ്പോൾ ഇതേപോലെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അവർ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഓക്യുപ്പേഷൻ, അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയെ പറ്റിയിട്ട്, വെദർ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഓർ ഗവൺമെന്റ് സെക്ടർ, ആൻഡ് വാട്ട് ഈസ് അവർ ഡെസിഗ്നേഷൻ ആൻഡ് നമ്മുടെ റോൾ എന്താണ്, വെദർ ഇറ്റ് ഈസ് എ മാനേജീരിയൽ ലെവൽ ഒരു എക്സിക്യൂട്ടീവ് ലെവൽ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതേപോലുള്ള ക്വസ്റ്റ്യൻസും സർവേസും ഒക്കെ നമുക്ക് പിന്നെ കൃത്യമായിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പം ഫസ്റ്റ് കൃത്യമായിട്ട് ഇതേപോലെ നമ്മൾ ഇനി ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു പിന്നെ സർവേയുടെ ഒരു നാച്ചർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവരൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അത് കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ആ ഓപ്ഷനിൽ നമ്മളുടേത് ഏതാണോ എന്ന് വെച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. ഇനി ഇതൊന്നും നമ്മളിതല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ താഴെ ആയിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകും. ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദിസ് പിന്നെ ഈ ഒരു സർവേയുടെ ലാസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് സർവേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക്, ഒരു മെസ്സേജ് ബോക്സ് വരും. അതേപോലെ തന്നെ ഈ ഒരു എമൗണ്ട് കൃത്യമായിട്ട് നമ്മളുടെ ഈ ഒരു പോയിന്റ്സ് കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യപ്പെടും. ഈ അക്കൗണ്ട് ഒരു മിനിമം നമ്പർ ആയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു 500 രൂപ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5000 പോയിന്റിന് 500 രൂപ നമുക്ക് റെഡീം ചെയ്യുന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സംഭവം നമുക്ക് റെഡീം ചെയ്യാം. റെഡീം ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ഉണ്ടായിരിക്കും, നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ ത്രൂ പേപാൽ, അതല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഗൂഗിൾ പേ ചെയ്യണോ, അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വൗച്ചറായിട്ടൊക്കെ ഇതേപോലെ റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. വൺസ് നമ്മൾ ഫ്ലിപ്കാർട്ട് വൗച്ചറാണ് നമ്മൾ പിന്നെ ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം അവരുടെ ഈ ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാനൽ സ്റ്റേഷനാണ്, പാനൽ സ്റ്റേഷൻ്റെ മെയിൽ ID നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ വൗച്ചർ ID വെച്ചിട്ട് നമുക്കൊരു മെയിൽ വരും. അപ്പോൾ ഈ ഒരു വൗച്ചർ ID വെച്ചിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് നമ്മൾ ഒരു ഓൺലൈൻ പെയ്ഡ് സർവേകളെ പറ്റി പറയാനുള്ളത്. അപ്പം അതിൻ്റെ എല്ലാ ലിസ്റ്റുകളും, അറിയപ്പെടുന്ന വെബ്സൈറ്റുകളുടെ ലിസ്റ്റുകളെല്ലാം, ഓതൻറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകളുടെ 10 വെബ്സൈറ്റുകളുടെ ലിസ്റ്റുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ കയറി ഈ ഒരു വെബ്സൈറ്റിൽ എല്ലാത്തിലും കൂടി കഴിയെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് കഴിയുന്നോ അത്രത്തോളം